സ്വാമി ശരണം. നമസ്കാരം സുഹൃത്തുക്കളെ. വിരാടം വിനോദം എന്ന് ശബരിമലയ്ക്ക് പോവുകയാണ്. ഈ കാണുന്നത് എരുമേലി ക്ഷേത്രത്തിൻ്റെ പരിസരമാണ്. വെളുപ്പിന് 5 മണിയാണ് കേട്ടോ സമയം. ഇവിടെ ലക്ഷണം കണ്ടിട്ട് ഇന്ന് നല്ല തിരക്കുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നേരെ പമ്പയ്ക്ക് ഞാനും എൻ്റെ സുഹൃത്തായിട്ടുള്ള ജയൻചേട്ടനുമാണ് ഇന്ന് സ്വാമിയായിട്ട് കൂടെയുള്ളത്. പമ്പയിലേക്ക് പോകാനായിട്ട് നമ്മളെ അനുവദിച്ചില്ല. നിലയ്ക്കൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പമ്പയിൽ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിലയ്ക്കലേക്ക് തന്നെ പാർക്കിംഗ് വിട്ടു. ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, പാർക്ക് ചെയ്യാൻ തന്നെ ഏതാണ്ട് 1 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഇവിടെ എന്തും പ്രകൃതി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നോക്കി, സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. അതിൻ്റേതായിട്ടൊരു ഭംഗിയുണ്ട്. തലേദിവസം നല്ല മഴയായിരുന്നു തോന്നുന്നു, അതുകൊണ്ടായിരിക്കണം നല്ല മഞ്ഞും ഉണ്ടായിരുന്നു. കാണാൻ വളരെ ഭംഗിയുള്ള കാലാവസ്ഥ, അത്യാവശ്യം തണുപ്പ്, മൂടൽമഞ്ഞും. എത്ര ഏക്കർ ഏരിയയിലാണ് ഈ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നോക്കി. ഇനി നമുക്ക് പതിയെ KSRTC സ്റ്റാൻഡിലേക്ക് പോകണം. നടക്കുന്ന വഴിയിൽ ഈ കാണുന്നതൊക്കെ ക്ലോക്ക് റൂമുകളും ടോയ്ലറ്റ് കോംപ്ലക്സുകളും ഒക്കെയാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് ടോയ്ലറ്റ് കോംപ്ലക്സുകൾ ഇവിടെ വേറെ ഉണ്ട് താനും. ഏതാണ്ട് 1.5 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ പാർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് നടന്ന് നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിലേക്ക്, ബസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് തുടർച്ചയായിട്ട് വണ്ടി നിറയുന്നതനുസരിച്ച് നിലയ്ക്കലേക്ക് ബസ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് നിലയ്ക്കൽ ശിവക്ഷേത്രം, അതിന് തൊട്ടപ്പുറത്താണ് KSRTC. ധാരാളം ബസ്സുകളവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത കിട്ടുന്ന ഒരു ബസ്സിലേക്ക് ഞങ്ങൾ 2 പേരുള്ളത് കൊണ്ട് കയറി. ഭയങ്കര ബഹളമാണ് ബസ്സിനകത്ത്. ഭൂരിപക്ഷം ആൾക്കാരും തമിഴ് സംസാരിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റേതായിട്ടുള്ള ബഹളങ്ങളും എല്ലാം ഉണ്ട്. ബസ് എന്താണെങ്കിലും ഇറങ്ങി. ഇതാണ് നിലയ്ക്കൽ ക്ഷേത്രത്തിലേക്ക്, പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കുള്ള എൻട്രൻസ് ആണിത്. ബസ് സ്റ്റാൻഡിലേക്കുമുള്ള എൻട്രൻസ് ആണിത്. ഇത് തൊട്ടടുത്ത് ഒരു പെട്രോൾ പമ്പൊക്കെ നമുക്ക് കാണാം. ഇനി നേരെ നമുക്ക് പമ്പയിലേക്ക് പോകാം. ഇവിടുന്ന് നിലയ്ക്കൽ നിന്ന് 18 കിലോമീറ്ററാണ് പമ്പയ്ക്കുള്ളത്. ആ 18 കിലോമീറ്ററിന് ബസ് ഫെയർ നമ്മൾ 50 രൂപയാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. കണ്ടക്ടർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 പേർ കൂടെയുള്ള ബസ് ഫെയർ ആയിട്ടുള്ള 100 രൂപയൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ച് നമ്മൾ ഇരിക്കുകയാണ്. ഇതാണ് ജയൻചേട്ടൻ, മലപ്പുറം സ്വദേശിയാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് ഇത്തവണ ശബരിമലയ്ക്ക് പോകുന്നത്. ടിക്കറ്റൊക്കെ വാങ്ങിച്ചു കേട്ടോ. വണ്ടിയിൽ ശരണം വിളിയൊന്നും അങ്ങനെ കേൾക്കാനില്ല. എല്ലാവരും വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാം. സൈഡിലെ കാഴ്ചകൾ വളരെ മനോഹരമായ കാഴ്ചകളാണ്. എനിക്ക് സൈഡ് സീറ്റ് കിട്ടാത്തത് കൊണ്ടത് എടുക്കാനായിട്ട് സാധിച്ചില്ല. സൈഡിൽ വളരെ വീഡിയോ എടുക്കാൻ കുതൂഹലമുള്ള ഒരു തമിഴ് പയ്യനിരിപ്പുണ്ട്. അവനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സൈഡ് സീറ്റ് ചോദിച്ചു വാങ്ങിയില്ല. എങ്കിലും ഇടയ്ക്കൂടെയുള്ള കാഴ്ചകൾ കാണാം. ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റും അതിൻ്റെ ഇടയിലുള്ള സൂര്യപ്രകാശവും പച്ചപ്പും ഒക്കെ കാണാനായിട്ട് വളരെ രസമാണ്. നല്ല കാലാവസ്ഥയുമാണ് കേട്ടോ. 18 കിലോമീറ്റർ ഈ കാലാവസ്ഥയിൽ യാത്ര ചെയ്യുന്നത് ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പമ്പയിലെത്തി. പമ്പയിൽ ആ കാണുന്നതാണ് KSRTC ബസ് സ്റ്റേഷൻ. അവിടുന്ന് ഒരു കിലോമീറ്ററോളം സഞ്ചരിച്ച് വേണം നമുക്ക് പമ്പ ത്രിവേണി സംഗമത്തിലേക്ക്, അല്ലെങ്കിൽ പമ്പ നദിയിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്താനായിട്ട്. അങ്ങനെ ഇതാ അവിടെ പുലിപ്പുറത്തേറിയ ശബരിനാഥനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അയ്യപ്പനെ വണങ്ങി നമുക്ക് പമ്പയിലേക്ക് ഇറങ്ങാം. ഞാൻ ഇവിടെ റൗണ്ട് അടിച്ച് വണ്ടി നിർത്തി. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പമ്പയിലേക്കാണ്. പമ്പയിൽ വെള്ളം ഉണ്ടോയെന്നൊക്കെ നോക്കണം. നമ്മുടെ മുമ്പിലത്തെ വീഡിയോയിൽ പമ്പയൊക്കെ തീർച്ചയായും കാണിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പല ശബരിമല വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനും വൈഫ് രാധികയും കൂടി ശബരിമലയ്ക്ക് പോയ വീഡിയോ ഒക്കെ റീസെൻ്റ്ലി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഒന്ന് സൗകര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കുക. ഈ ഇറങ്ങുന്നതാണ് ജയചേട്ടൻ. അപ്പോൾ ഈ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പമ്പ നദിയിലേക്ക് ക്രോസ് ചെയ്യണം. ഒരു പാലമുണ്ട്. ആ പാലം കടന്നിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. മഴക്കാലമുണ്ടെങ്കിലും ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതായത് നടക്കാൻ പറ്റിയ അന്തരീക്ഷമാണ്. ഇപ്പോൾ ഏതാണ്ട് 7:45, 8 മണിയോളം ആയിട്ടുണ്ട് സമയം. തിരക്ക് അസാമാന്യ തിരക്കാണ്. ജയൻചേട്ടൻ മൊബൈലിൽ നന്നായിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം എൻ്റെ ഒരു ഫോട്ടോ എടുത്തതാണ് ഈ കാണുന്നത്. നോക്കൂ, അഭിപ്രായം പറയണേ. മനോഹരമായിട്ടില്ലേ?
അപ്പോൾ പമ്പയിൽ കാലൊക്കെ കഴുകി നമ്മൾ പമ്പ ഗണപതിയുടെ അവിടെ വന്നു. അപ്പം ജയൻചേട്ടൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെ സ്പോട്ട് ബുക്കിംഗ് ചെയ്യാം. ജയൻചേട്ടൻ അതിനുള്ള ആധാർ കാർഡുമായിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ശബരിമലയ്ക്ക് കെട്ട് നിറയ്ക്കുന്ന സ്ഥലം, പമ്പ ഗണപതിയുടെ അടുത്ത്. പമ്പ ഗണപതിക്ക് തേങ്ങ അടിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത്. 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ തേങ്ങ വാങ്ങിച്ചിട്ട് അടിക്കാം. ജയൻചേട്ടൻ്റെ സ്പോട്ട് ബുക്കിംഗ് കഴിഞ്ഞു. ഇനി സന്നിധാനത്തേക്ക്. നീലിമല മുതൽ സന്നിധാനം വരെയുള്ള വീഡിയോ ഞങ്ങൾ ഈ വീഡിയോയിൽ പെടുത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പമ്പയിലെത്തി. വീണ്ടും KSRTCയിൽ നിലയ്ക്കലേക്കുള്ള യാത്രയിലാണ്. ഭയങ്കര ബഹളവും ഒക്കെ ഉള്ള ഒരു യാത്രയാണ്. എന്നാൽ രസമാണ് താനും. ഭയങ്കര തിരക്കും, ആൾക്കാർ ഭയങ്കരമായിട്ട് തിരക്കൂട്ടും. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീണ്ടും നിലയ്ക്കലെത്തി. ഈ വീഡിയോ ഒരു ചെറിയ അനുഭവം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശബരിമല യാത്രയുടെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ കാണുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും പുതിയ കാഴ്ചകളും പുതിയ വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.